Morning. Okay. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മഴ പിടിച്ചാ നാട്ടിലൊക്കെ? ഉണ്ട്. ഉറങ്ങിപ്പോരുത് കേട്ടോ, മഴയത്തെ ക്ലാസ് ഒക്കെ നിൽക്കുമ്പോ ഉറങ്ങിപ്പോ നിങ്ങള്. മിക്സാണ്. ആ, ജീന നാട്ടില് വന്നിട്ടുണ്ടോ? ജീന അവിടെ തന്നെ അല്ലേ? ഇറ്റലിയില്. ഓക്കെ. ഇറ്റലിയിലും മഴ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് 6th മൊഡ്യൂളിലെ 2nd ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഇനി 4th ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എവിടെയാ പഠിച്ചിരിക്കണേ? ഡിപ്ലോമയില് ഏത് മൊഡ്യൂളിലാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മ ഉണ്ടാവില്ല. ഫസ്റ്റ് മൊഡ്യൂളാണോ? സെക്കൻഡ് മൊഡ്യൂളാണോ? ഓക്കെ, 4th മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? HIS. ഓക്കെ, അതിന്റെ ഒരു എക്സ്പാൻഡ് ഫോം ആണ് ഇവിടെ നമ്മൾ PG പഠിക്കുന്നത്. കുഴപ്പമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ HIS നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് an element of health informatics that focuses mainly on a administrational need of a hospital. In many implementations, HIS is a comprehensive integrated information system designed to manage all the aspects of a hospital's operation, such as medical, administrative, financial, and legal issues, and the corresponding processing of services. Hospital information system are also known as a hospital management software or hospital management system. Okay, അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആശുപത്രികളുടെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളില് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരോഗ്യ ഇൻഫോർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് എന്ത്? HIS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പല നിർവഹണങ്ങളിലും അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്, സേവനങ്ങളുടെ അനുബന്ധ പ്രോസസ്സിംഗ് എന്നിങ്ങനെ അവയുടെ ആശുപത്രികളുടെ പ്രവർത്തനത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട സമഗ്രമായ സംയോജിതമായിട്ടുള്ള ഒരു വിവര സംവിധാനമാണ് എന്ത്? HIS അല്ലെ? എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന മാതിരി ഹോസ്പിറ്റലിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് എന്താണ് HIS നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ
എന്താണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യനിർവഹണമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ ഓരോ കാര്യങ്ങളും ഓരോ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും HIS ഉണ്ടാകുന്നുണ്ട്. അപ്പൊ HIS നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി HIS പറയുന്ന മറ്റു പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. HIS is a comprehensive integrated information system built for managing the operations in running healthcare facilities. HIS, as any other combined system, needs time for developing, require special type of professional skills for development and software production. But most importantly, it costs money for development, installation, support and upgrade. അതായത് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ അതിന്റെ നടത്തിപ്പിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നിർവഹിച്ച സമഗ്രവും സംയോജിതവുമായിട്ടുള്ള ഒരു വിവര സംവിധാനമാണ് എന്ത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ അത് നടത്തിപ്പിന് എല്ലാം ഓപ്പറേഷൻ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എന്താ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്? സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? HIS as any other combined system needs time for developing, requires special type of professional skills for development and software production, but most importantly, it cost money for development, installation, support and upgrade. ഇനി നമ്മൾ പറഞ്ഞു മറ്റേതെങ്കിലും സംയോജിത സംവിധാനത്തെയും അതുപോലെ തന്നെ HIS-നെയും വികസിപ്പിച്ചെടുക്കുന്നതിന് എന്താവശ്യമായിട്ട് വരും? നമുക്ക് ഓടിച്ചെന്ന് HIS ആവശ്യമായിട്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ സംവിധാനം ആവശ്യമായിട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്ത് നമ്മള് ടൈം എടുത്ത് പ്ലാനിങ് നടത്തി അല്ലെ, സമയം അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ വികസിപ്പിക്കുന്നതിനും അതിന്റെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനും ഒരു പ്രത്യേക തരം പ്രൊഫഷണൽ കഴിവുകൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട്. അതെല്ലാം പ്രൊഫഷണൽസ് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിന് നമ്മളെ കൊണ്ട് പറ്റില്ല. അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്കില്ലുകളുള്ള ആളുകൾ അത്യാവശ്യമാണ്. അപ്പോ എന്നിരുന്നാൽ മാത്രമാണ് നമുക്കത് എന്താണ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടായാലും അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടായാലും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടായാലും സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓടിച്ചെന്ന് അതിനെ പോയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അത് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ടൈം എടുക്കും, വളരെ കോസ്റ്റും ആകുന്നുണ്ട്. ഓക്കെ, അതാണ് ആ പാരഗ്രാഫില് 2 പാരഗ്രാഫിലായിട്ട് പറയുന്നത്. ഒന്ന് വായിച്ചു കൊടുക്കുകയും
ചെയ്യണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? A general block diagram of HIS is shown in the figure. Potential benefit of hospital information system includes. അപ്പോൾ HISന്റെ കുറച്ച് ബെനിഫിറ്റുകൾ, ഗുണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. First one, efficient and accurate administration of finance, diet of a patient, engineering and distribution of medical aid. It helps to view a broad picture of a hospital growth. അപ്പം എന്താണ് പറയുന്നത്? എഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഫിഷ്യന്റ്? അതിന്റെ മീനിങ് എന്താണ് എഫിഷ്യന്റ്? എന്താണ്? കാര്യക്ഷമമായത്. ഓക്കെ, എഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യക്ഷമമായ. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്യുറേറ്റ് കൃത്യമായ അല്ലെങ്കിൽ കറക്റ്റ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ എന്താണ് എഫിഷ്യന്റ് ആൻഡ് ആക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്? നമുക്ക് കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, കൃത്യമായിട്ടുള്ള ഒരു കാര്യക്ഷമതയും ഏതൊക്കെ വേണം? ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടും പേഷ്യന്റിന് കൊടുക്കുന്ന ഡയറ്റ് അല്ലെങ്കിൽ കെയർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാനായിട്ട് എന്തിന്റെ സഹായം അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്? ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ അത്യാവശ്യം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ഒരു സഹായം, ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതോടുകൂടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആയാലും അതുപോലെ തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ആയാലും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ അവിടെ. ഡയറ്റ് ഓഫ് പേഷ്യൻസ്, എഞ്ചിനീയറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ചെയ്യാനായിട്ട് ഈ HIS സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിലെ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൃത്യതയോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. It helps to view a broad picture of a hospital growth. അത്തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ഗ്രോത്തിന് HIS സഹായിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ് ആൻഡ് സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ്. This leads to the reduction of adverse drug interactions while promoting more appropriate pharmaceutical utilization. അതുപോലെ തന്നെ അവിടെ പറയുന്നത് എന്താണ്? മരുന്നുകളുടെ ഉപയോഗം നിരീക്ഷിക്കുന്നതിലും ഫലപ്രാപ്തിയെ കുറിച്ചുള്ള പഠനത്തിന് മെച്ചപ്പെട്ട പുരോഗതിയും അതേസമയം കൂടുതൽ നമുക്ക് എന്താണ് ഔഷധങ്ങൾ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട് HIS-ലൂടെ. നമുക്ക് എന്താണ് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്ററാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിന്റെ ഫോർമുലൊക്കെ നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? മരുന്നുകള് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്ത് പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ടോക്സിക് ആണെന്ന് വിചാരിച്ചിട്ട് റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്? അത്തരത്തിലുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഛർദി വരാം, അല്ലെങ്കിൽ അലർജീസ് വരാം അല്ലെ. ഇതൊക്കെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അപ്പൊ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും, ഇപ്പോ ഏതൊക്കെ പേഷ്യൻസിനാണ് അലർജി ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിന് മരുന്നുകൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ അല്ലെങ്കിൽ HIS-ൽ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിലൂടെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് എന്ത് കുറയ്ക്കാൻ പറ്റും? ഇങ്ങനെയുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇന്ററാക്ഷൻസ്, ഡ്രഗ് ഇന്ററാക്ഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫലപ്രദമായ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള മരുന്നുകൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
enhance the information integrity, reduce recording errors, and reduce the duplication of information entries. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇൻഫർമേഷൻ അത് കൃത്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ എന്താണ് കൃത്യമായിട്ട് ഇപ്പോ എറേഴ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് ഇൻഫർമേഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ബയാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാവില്ല, മിസ്റ്റേക്സ് ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആ സംവിധാനത്തിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് hospital software is easy to use and is cost by handwriting. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അത് അങ്ങനെ ഉപയോഗിച്ച് പ്രാക്ടീസ് ആവുകയും അത് എക്സ്പീരിയൻസ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് എറേഴ്സ് കുറയ്ക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെയാണ് എറേഴ്സ് കണ്ടിട്ട് നമ്മൾ ഇപ്പൊ മരുന്നുകളൊക്കെ മാറി കൊടുക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരുന്നത് ഇല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഡോക്ടേഴ്സിന്റെ ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഫാർമസിയിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകൾ ചിലപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ തെറ്റിയിട്ട് വേറെ മരുന്നുകൾ കൊടുക്കാം. അങ്ങനെ പേഷ്യൻസിന് നല്ല നോർമൽ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ അത് മരണത്തിലേക്ക് വരെ നയിക്കാം അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചികിത്സകൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്താണ് ഈ പ്രിസ്ക്രൈബിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ, ഓർക്കുന്നുണ്ടോ? ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന് കുറിപ്പടികൾ എഴുതേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യും, അവിടെ എന്തുണ്ടാവും, സ്ക്രീൻ ഉണ്ടാവും, കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഫാർമസിയിലോട്ട് പോയിട്ട് മരുന്നുകള് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ അവരുടെ സ്ക്രീനിൽ, ഫാർമസിയിലെ സ്റ്റാഫിന്റെ സ്ക്രീൻ, ഫാർമസിയിലുള്ള സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ബെനിഫിറ്റ് ആണ്. ന്യൂ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം ഗിവ്സ് പെർഫെക്റ്റ് പെർഫോമൻസ് ടു പുൾ അപ്പ് ഇൻഫോർമേഷൻസ് ഫ്രം സർവർ ഓർ ക്ലൗഡ് സർവേഴ്സ്. അതായത് സർവേഴ്സിൽ നിന്നും ക്ലൗഡ് സർവേഴ്സിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് ഇത് ഈ ടെക്നോളജി സഹായകമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ നമ്മൾ കണ്ടത്. വായിച്ചു നോക്കിയേ ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ബെനഫിറ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിച്ചു. ഈ ബെനഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. Structuring medical records to carry out functions like admissions, discharge, treatment history, etc. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടും ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ രേഖകൾ ക്രമീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ HIS ബന്ധപ്പെട്ട് HISന്റെ അത് സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ. ഓക്കെ, പേഷ്യന്റ് രജിസ്ട്രേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. പേഷ്യന്റ് രജിസ്ട്രേഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതാ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. This function of a hospital management information system deals with the registering the new patient either for OPD or IPD and giving a unique identification number to the patient. എന്താണ് പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? OPD അല്ലെങ്കിൽ IPDയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും രോഗിയെ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുമ്പോ നമ്മളൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ UHID ഓർമ്മയുണ്ടോ നിങ്ങള്? രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു യൂണീക്ക് നമ്പർ അല്ലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം വഴിയാണ് അവർ ചെയ്യുന്നത്. ഓരോ പേഷ്യന്റിനും വ്യത്യസ്തമായിട്ടുള്ള യൂണിക് നമ്പർ ആയിരിക്കും. ആണോ? ഓരോ പേഷ്യൻസിനും വ്യത്യസ്ത നമ്പർ ആയിരിക്കുമോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരുപോലുള്ള നമ്പർ ആയിരിക്കുമോ? ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ളത് അല്ലെ. ഒരുപോലെയുള്ളതാണെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് അവരെ എങ്ങനെയാണ് സിസ്റ്റം വഴി ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെ, UHID അല്ലെ, ID നമ്പർ നമുക്ക് തയ്യാറുണ്ട്. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെയും പിന്നെയും ഡോക്ടറെ കൺസൾട്ടേഷൻ വരികയാണെങ്കിൽ നമ്മളിപ്പോ ബുക്ക് ചെയ്യുമ്പോൾ അവര് ചോദിക്കാറുണ്ട് പേഷ്യന്റിന്റെ പേര് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ID നമ്പർ പറയോ ചോദിക്കാറുണ്ട് അല്ലെ. ഇല്ലേ? പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാകുമ്പോ പല പേരുകളും അല്ലെങ്കിൽ പല ആളുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ പറയാൻ പറയുന്നത്. ഇല്ലേ? നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അല്ലെ. എന്ത് ചെയ്യുന്ന സിസ്റ്റത്തില് UHID അല്ലെങ്കിൽ ആ യൂണിക് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എന്തിനാണ്? പേഷ്യന്റ് ക്യാൻ ബി രജിസ്റ്റേർഡ് at IPD ഫ്രണ്ട് ഓഫീസർ ഓർ at OPD രജിസ്ട്രേഷൻ. ഇനി എങ്ങനെയൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും? IPD ഫ്രണ്ട് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ OPD റിസപ്ഷനിൽ നിന്നൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. OPD വന്ന് കണ്ടിട്ട് ഇപ്പോ എന്താ പറയാ
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള IPDയും OPDയിൽ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, OPD or IPD identification number can also created for each separate visitor for the patients. Okay, of the patients. അപ്പൊ എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് വിസിറ്റേഴ്സ് അത് സുഗമമാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എന്താണ് നമ്പർ, കാര്യങ്ങള്, നമ്മുടെ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലർക്കും ഇപ്പൊ ഗോപാലൻ എന്നുള്ള പേരൊക്കെ പല പേഷ്യൻസിനുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ID നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ സൗകര്യപ്രദമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. This is also a part of registering patients. Patient register ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. IPD or OPD ID is used for tracking for medical records of the patients for that particular OPD visitor or IPD admission. ഇനി നമ്മൾ OPD വന്നിട്ട് ഇപ്പൊ ഡോക്ടർ പറയുകയാണ് എന്താണ്, അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ID നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ID നമ്പർ തരുന്നത് വളരെ സൗകര്യപ്രദമാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷനും അതിൽ അവൈലബിൾ ആയിരിക്കും. All the medical records of the patient are identified by combination of numbers, that is patient ID or OPD or IPD ID. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോ രോഗിയുടെ എല്ലാ മെഡിക്കൽ രേഖകളും നമ്പറുകൾ വെച്ചിട്ട് എന്താണ് സംയോജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സംയോജിപ്പിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ഇപ്പോ ID നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് സഹായകമാണ്. അപ്പൊ എല്ലാ രോഗിയുടെ ഈ നമ്പർ വെച്ചിട്ട് രോഗിയുടെ എല്ലാ കാര്യങ്ങളും വെച്ച് കണക്റ്റഡ് ആയിരിക്കും എന്നാ പറയുന്നത്. The numbers gives a flexible search in term of finding patients history records. അതുപോലെ തന്നെ ഹിസ്റ്ററി റെക്കോർഡൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പർ വളരെ സഹായകപ്രദമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ അറിയാലോ, നമുക്കറിയാം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോ ID നമ്പർ തരും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ID നമ്പർ തരുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. അതുപോലെ തന്നെ ഈ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റല് നമ്മൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കണക്ട് ചെയ്ത് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വായിച്ചു കഴിഞ്ഞവര് OPD or IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് വായിച്ചു നോക്കാം കേട്ടോ.
അയച്ചാ ഓക്കെ നോക്കാട്ടോ നമുക്ക് OPD or IPD investigation case. This module of a hospital information system deals with all kinds of investigations suggested by doctors. The function enables the entry of an investigation or procedure for a particular patient. The entered investigation are routed through a bill
ഓക്കെ, ഒരു ടെക്നിക്കൽ എറർ വന്നതാണ് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ഓഫ് ആയി പോയി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. OPD or IPD investigation cases നോക്കാം. This module of hospital management system deals with all kinds of investigation suggested by doctors. The functions enables the entry of investigations or procedures for a particular patient. The entered investigation are routed through the billing or cash officer, or once a patient pay for the investigation, the entries of the same goes to respective diagnostic center. This flow is not compulsory for IPD patients, since the billing for IPD patients is done at the time of discharge. Investigation requisition is created and printed with the functions, and the same is available at the respective diagnostic centers for preparation of reports. അതായത് OPD or IPD investigation cases. Investigation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Investigation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ investigation? ടെസ്റ്റുകൾ അല്ലെ? ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട് അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പോയിട്ടാണ് ലാബ് ടെസ്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് അല്ലെ? ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്കാനുകൾ ചെയ്യാറുണ്ട്, MRI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസും HIS-ലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയുകയാണ് എന്താണ്, താങ്കൾ പോയിട്ട് ഒരു MRI സ്കാൻ ചെയ്യൂ. അപ്പൊ ഡോക്ടർ പറയുന്ന ഉടനടി എന്താണ്, ഈ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും എന്താണ് HIS-ലേക്ക്, ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു രോഗിയുടെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് ആവാം, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്നിവ രൂപപ്പെടുത്താൻ ഈ ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള അന്വേഷണങ്ങള് അല്ലെങ്കിൽ ബില്ലിങ്, ക്യാഷ് ഓഫീസ് വഴിയാണ് റൂട്ട് ചെയ്യുന്നത്. അവരടയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെ, ബില്ലിങ്ങുമായാലും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് അത് ക്യാഷ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഓഫീസുമായിട്ടാണ് അത് റൂട്ട് കണക്ഷൻ ചെയ്യുന്നത്. ഇനി എന്താ, രോഗി ഇൻവെസ്റ്റിഗേഷന് പണം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രികള് അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോകുന്നു. അതായത് OPD പേഷ്യന്റിന് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ടെസ്റ്റ് നടത്തി ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഇപ്പൊ എന്താണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ഇപ്പൊ ഒരു പേഷ്യന്റിന് ടെസ്റ്റ് MRI എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക്, ഇതിപ്പോ ലാബ് ടെസ്റ്റ് ആവാം, ചിലപ്പോ സ്കാനുകൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഏതാണോ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എല്ലാ കാര്യങ്ങളും, രോഗിയുടെ എല്ലാ കാര്യങ്ങളും അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ മേഖലകളിലേക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എൻ്റർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഓരോ വിവരങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗിക്ക് ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണോ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നത്? അല്ല, ആദ്യം നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടപ്പിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, അവര് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലെ. ഇല്ലേ, ഇതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡോക്ടർ എന്താണ്, ഇപ്പൊ MRI എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം നിങ്ങൾ പോയിട്ട് MRI എടുത്തിട്ട് വരും, എന്നിട്ട് നമുക്ക് എന്താണ് ക്യാഷ് അടച്ചാൽ മതി എന്ന് പറയാറുണ്ടോ? ഇല്ല, ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെ. ഓക്കെ, ആദ്യം അവരെന്ത് ചെയ്യുന്നു, ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഇനി എന്താ, IPD പേഷ്യന്റിന് ഡിസ്ചാർജ് ടൈമില് ബില്ലിംഗ് നടത്തുമ്പോൾ ഈ നിർബന്ധമില്ല എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ആദ്യം ക്യാഷ് അടപ്പിച്ചിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിർബന്ധമില്ല. ആർക്ക് മാത്രം? IPD പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്?
ആരാ IPD പേഷ്യൻസ്? ആരാണ് IPD പേഷ്യൻസ്? അഡ്മിറ്റ് ആയിട്ടുള്ള അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ കിടക്കുന്നു, കിടന്ന് ചികിത്സിക്കുന്നു, അവർക്കറിയാം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടൊക്കെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, എന്താണ് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറയില്ല. പകരം ഈ കാര്യങ്ങൾ, റിസർച്ച് കാര്യങ്ങൾ, ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് റിസർച്ച് കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയും അല്ലെ, ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് IPD പേഷ്യൻസിന് ചെയ്യുന്നത്. OPD ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവര്? വേഗം തന്നെ ക്യാഷ് അടപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ, അവിടെ അവർ നിൽക്കില്ല, കിടന്ന് ചികിത്സിക്കുന്നവരല്ല അല്ലെ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ബില്ലടപ്പിക്കും. ഓക്കെ ഇനി എന്താ പറയുന്നത്? അപ്പൊ IPD പേഷ്യൻസിന് കാര്യങ്ങളൊന്നും നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ ടോട്ടൽ ബില്ലിന്റെ കൂടി ഇതും കൂടി ആഡ് ചെയ്തിട്ടാണ് അവര് ഫൈനൽ ബില്ലായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി അതില് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അതുവഴി അവര് അതിലേക്ക് അതിന്റെ ചാർജ് എത്രയാണോ അത് അടപ്പിക്കുന്നുണ്ട് അവര് പോകുമ്പോൾ, ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത്. അതുകൊണ്ടാണ് അവരിപ്പോ അടപ്പിക്കാത്തത്, ഈ ടൈമിൽ അടപ്പിക്കാത്തത്. ആർക്ക്? ഈ IPD പേഷ്യൻസിന്. അപ്പൊ അവര് എന്താണ് ടോട്ടൽ ബില്ല്, ഫൈനൽ ബില്ല് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് അവരെ കൊണ്ട് അത് അടപ്പിക്കുന്നുണ്ട്. അത് ആ ബില്ലിൽ ഈ ഇപ്പോ സ്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന്റെ ബില്ലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ബില്ലാക്കിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുമ്പോൾ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടും. സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പൊ എന്തെങ്കിലും സ്കാനുകളോ ടെസ്റ്റുകളോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുകയും അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ലഭ്യമാക്കുന്നു. സിസ്റ്റം വഴി തന്നെ അത് പ്രിന്റ് എടുത്ത് അത് അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രിന്റ് എടുത്ത് ഇന്ന രോഗി ഇന്ന എക്സ്റേ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എക്സ്റേയുടെ കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും. മനസ്സിലായോ? സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സിസ്റ്റത്തിൽ ഇപ്പോ ഡോക്ടേഴ്സ് പറയുകയാണ് ഇന്ന പേഷ്യന്റിന് എന്ത് വേണം, ഇന്ന MRI എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. സിസ്റ്റം തന്നെ പ്രിന്റ് എടുക്കുന്നു. അത് അതെന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് അല്ലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. കാരണം എന്താണ്? സിസ്റ്റം പറയുകയാണ് ഇപ്പൊ MRI പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് MRI എടുക്കുള്ളൂ അല്ലെ. അവരറിയിക്കണമല്ലോ അത് MRI ആണോ എക്സ്റേ ആണോ CT ആണോ എന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സിസ്റ്റം തന്നെ അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ചെയ്യുന്നു. അത് പ്രിന്റ് എടുക്കുന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. അൻഷുക്കെ ബാക്കി പോയിന്റ്സ് ഇപ്പോ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, ടൈം ആവുന്നുണ്ട്. അപ്പോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരേണ്ട പോയിന്റ് ഞാൻ പറയാം. IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലൊക്കേഷൻ വായിച്ചിട്ട് വരാം. ഒരു കുറച്ച് പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് ഇത്തിരി വലുതാണ്, അതൊന്ന് വായിക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് ഷിഫ്റ്റിങ്ങും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. പേഷ്യന്റ് ഷിഫ്റ്റിംഗ് വായിക്കണം. അതുപോലെ തന്നെ IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലൊക്കേഷനും കൂടി വീട്ടിൽ നിന്ന് വായിച്ചിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം.
ഇനി ഇത്രയും വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്ര വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. നമ്മള് ഓരോ ചാപ്റ്ററും എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ ആണല്ലേ? ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.